ഹലോ സ്റ്റുഡൻസ്, ഇത് നാലാമത്തെ സെഷൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഈ സെഷനിൽ നമ്മളൊന്നും കൂടി എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും ഷീൽഡിംഗ് എഫക്റ്റും ഈ രണ്ട് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അയോണൈസേഷൻ എനർജീൻ്റെ പീരിയോഡിക് ട്രെൻഡ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും ന്യൂക്ലിയസിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രോൺസ് ഉണ്ട്. അതാണ് ആ നീല കളറിൽ ഷെയ്ഡ് ചെയ്ത്. അതിനാണ് ഇന്നർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ധാരണയിൽ ഇലക്ട്രോൺസ് ഒരു പാർട്ടിക്കിളാണ്. പക്ഷേ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോൺസിന് ഡുവൽ നേച്ചർ ഉണ്ടെന്ന്. പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതേമാതിരി തന്നെ വേവ് നേച്ചറും ഉണ്ട്. അപ്പോൾ ഇന്നർ ഇലക്ട്രോൺസിനെ നമ്മൾ ഒരു ഫീൽഡായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഒരു ഫീൽഡാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും ന്യൂക്ലിയസിൻ്റെ നടുക്കിൽ ഇന്നർ ഇലക്ട്രോൺസിൻ്റെ ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡ് കൊണ്ട് എന്താ സംഭവിക്കുക? ഏറ്റവും പുറമേത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസിന് അനുഭവപ്പെടുന്ന ന്യൂക്ലിയർ ചാർജ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ ചാർജ് ആവില്ല. അതിനേക്കാൾ കുറഞ്ഞ ന്യൂക്ലിയർ ചാർജ് മാത്രമേ അനുഭവപ്പെടുള്ളൂ. അതിൻ്റെ കാരണം ഇന്നർ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയർ ചാർജിനെ തടയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആവരണം മാതിരി ആ ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന് അനുഭവപ്പെടുന്ന ന്യൂക്ലിയർ ചാർജിനെയാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനേക്കാൾ കുറവായിരിക്കും. എത്ര കുറവായിരിക്കും? എത്രത്തോളം ഇന്നർ ഇലക്ട്രോൺസ് ഷീൽഡ് ചെയ്യുന്നോ അത്ര കുറവായിരിക്കും. അതുകൊണ്ടാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈസ് ഈക്വൽ ടു ന്യൂക്ലിയർ ചാർജ് മൈനസ് ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയാനുള്ള കാരണം. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും അയോണൈസേഷൻ എനർജിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ അയോണൈസേഷൻ എനർജി കൂടും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞാൽ അയോണൈസേഷൻ എനർജി കുറയും. ഇനി നമുക്ക് പഠിക്കാനുള്ള അയോണൈസേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി. ഇതുകൂടാതെ നമ്മൾക്ക് ഇതിന് അയോണൈസേഷൻ എനർജി എന്നും പറയാം. ഇതിന്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദ അമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഇപ്പോൾ ഇവിടെ 2-3 പ്രധാനമായിട്ടുള്ള സംഗതികളുണ്ട്. ഒന്ന് ഐസൊലേറ്റഡ്, രണ്ടാമത് ഗേഷ്യസ്. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഒറ്റപ്പെട്ടത്, ബാക്കിയുള്ള ആറ്റത്തിന്റെ സാന്നിധ്യത്തിലല്ലാത്ത ഒരു സാഹചര്യത്തിനാണ് ഐസൊലേറ്റഡ് എന്ന് പറയുന്നത്. ഇനി ഗേഷ്യസ്, അതിനും പ്രസക്തിയുണ്ട്. ഗേഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു എലിമെന്റിനെയും അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ എല്ലാ എലിമെന്റിനെയും നമുക്ക് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഉദാഹരണത്തിന് നോബിൾ ഗ്യാസിനെ ഒന്നും ഒരിക്കലും നമുക്ക് സോളിഡ് ആക്കാൻ പറ്റില്ല. എന്നാൽ ഏത് സോളിഡിനെയും നമുക്ക് ഗ്യാസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസിനെ എടുത്തു കളയാൻ ആവശ്യമായിട്ടുള്ള ഊർജത്തിനെയാണ് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ചില കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ആറ്റം ഐസൊലേറ്റഡ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, അത് ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം. നമ്മൾ ആദ്യം ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ഫസ്റ്റ് അയോണൈസേഷൻ എനർജി എന്ന് പറയും. IE1 എന്ന് പറയുന്നത് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഡെൽറ്റ IEH1. ആ ക്യാപിറ്റൽ H കാണിക്കുന്നത് എൻതാൽപ്പി എന്നുള്ള അർത്ഥത്തിലാണ്. തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാവും. ഇവിടെ അലൂമിനിയത്തിന്റെ 3 അയോണൈസേഷൻ എനർജി തന്നിട്ടുണ്ട്. ഇതിനാണ് സക്സസീവ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ആദ്യത്തെ അയോണൈസേഷൻ എനർജിനേക്കാൾ കൂടുതലാണ് രണ്ടാമത്തെ അയോണൈസേഷൻ എനർജി. അതിനേക്കാൾ കൂടുതലാണ് മൂന്നാമത്തെ അയോണൈസേഷൻ എനർജി. അപ്പോൾ ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ അയോണൈസേഷൻ എനർജിയാണ്.
നാലാമത്തെ അയണൈസേഷൻ എനർജി പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്, പക്ഷെ അതിന്റെ എനർജി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളത് കണക്കിലെടുക്കാറില്ല. അപ്പോൾ സക്സസീവ് ആയിട്ടുള്ള 3 അയണൈസേഷൻ എനർജി ഇവിടെ കാണിച്ചിട്ടുണ്ട്. തേർഡ് അയണൈസേഷൻ എനർജി സെക്കൻഡ് അയണൈസേഷൻ എനർജിയേക്കാൾ കൂടുതലാണ്. സെക്കൻഡ് അയണൈസേഷൻ എനർജി ഫസ്റ്റ് അയണൈസേഷൻ എനർജിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതിന് 2 ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന്, വാട്ട് ഈസ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് സക്സസീവ് അയണൈസേഷൻ എനർജി. അപ്പോൾ ആ ഓർഡർ ആണ് IE3 ഈസ് ഗ്രേറ്റർ ദാൻ IE2 ഗ്രേറ്റർ ദാൻ IE1. പിന്നെ ചോദിക്കുക വൈ, എന്തുകൊണ്ടാണ് രണ്ടാമത്തെ അയണൈസേഷൻ എനർജി ഒന്നാമത്തേനേക്കാൾ കൂടാനുള്ള കാരണം. അപ്പം അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാരണമുണ്ട്. നമ്മൾ അലുമിനിയത്തിന്റെ എക്സാമ്പിൾ ഒന്ന് എടുക്കുക. നമ്മൾ ആദ്യം ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഔട്ടർ മോസ്റ്റിലെ ഏറ്റവും ലൂസ്ലി ഹെൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ്. അപ്പോൾ ആ ഇലക്ട്രോൺ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാറ്റയോൺ ആണ്. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു അയണിന് പിന്നെ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് അയോണൈസേഷൻ എനർജി ഫസ്റ്റ് അയോണൈസേഷൻ എനർജിനേക്കാൾ കൂടാനുള്ള കാരണം. ഇതേ റീസൺ തന്നെയാണ് തേർഡ് അയണൈസേഷൻ എനർജി സെക്കൻഡ് അയണൈസേഷൻ എനർജിനേക്കാൾ കൂടാനുള്ള കാരണം. തേർഡ് അയണൈസേഷൻ വരുന്ന സമയത്ത് 2 പോസിറ്റീവ് ചാർജുള്ള അലൂമിനിയത്തിൽ നിന്നാണ് പിന്നെ നമ്മൾ മൂന്നാമത്തെ ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയേണ്ടത്. സ്വാഭാവികമായിട്ടും അത് അതിനേക്കാൾ ദുഷ്കരമാണ്. അതുകൊണ്ട് തേർഡ് അയണൈസേഷൻ എനർജി സെക്കൻഡ് അയണൈസേഷൻ എനർജിനേക്കാൾ കൂടുതലായിരിക്കും. Now let us look into the factors affecting ionization potential. ഏതൊക്കെ ഘടകമാണ് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജീനെ ബാധിക്കുക. ആദ്യത്തെ ഒരു ഫാക്ടറാണ് ദ നമ്പർ ഓഫ് ഷെൽ. ഇപ്പം നമ്പർ ഓഫ് ഷെൽ എന്ന് പറയുമ്പോൾ ഏത് ഷെല്ലിലാണോ അവസാനത്തെ ഇലക്ട്രോൺ വാലൻസി ഇലക്ട്രോൺ അത് എത്രത്തോളം ന്യൂക്ലിയസിന് അകന്ന് കിടക്കുന്നോ അത്രയും കണ്ട് അയോണൈസേഷൻ എനർജി കുറഞ്ഞത് മതിയാവും. അപ്പോൾ ഷെല്ലിൻ്റെ എണ്ണം കൂടുമ്പം അറ്റോമിക് റേഡിയസ് കൂടും, അയോണൈസേഷൻ പൊട്ടൻഷ്യൽ കുറയും. രണ്ടാമത്തെ ഫാക്ടർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ്. എന്താണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇസ് ഈക്വൽ ടു ന്യൂക്ലിയർ ചാർജ് മൈനസ് ഷീൽഡിംഗ് എഫക്റ്റ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പം ഇലക്ട്രോൺസ് വളരെ ശക്തമായ രീതിയിലാണ് ന്യൂക്ലിയസിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുക. സ്വാഭാവികമായിട്ടും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയോണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടും. ഇപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിൽ അക്രോസ് ദ പീരിയഡ് പോകുന്ന സമയത്ത് ഒരേ ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് വരുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് അക്രോസ് ദ പീരിയഡ് നമുക്ക് കാണാൻ പറ്റും അയോണൈസേഷൻ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാനുള്ള കാരണം. ഇനി മൂന്നാമത്തെ ഫാക്ടറാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡുമായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അയോണൈസേഷൻ എനർജി കൂടുതൽ വേണ്ടി വരും. നാലാമത്തെ ഫാക്ടറാണ് പെനിട്രേഷൻ പവർ. അപ്പോൾ പെനിട്രേഷൻ പവർ ഓർബിറ്റലിന്റെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘടകമാണ്. നമുക്കറിയാം എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് സ്ഫെരിക്കലാണ്, പി ഓർബിറ്റലിന്റെ ഡംബലാണ്, ഡി ഓർബിറ്റലിന്റെ ഡബിൾ ഡംബലാണ്, എഫ് ഓർബിറ്റലിന്റെ കുറച്ചും കൂടി ചിതറിക്കിടക്കുന്ന ഒരു ഷേപ്പാണ്. അപ്പം ഈ ഷേപ്പ് കൊണ്ട് എന്താ സംഭവിക്കുക? എസ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിനാണ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ അനുഭവപ്പെടുക. ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എസ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺ ആണ്. അത് കഴിഞ്ഞിട്ട് പി ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺ ആണ്. അത് കഴിഞ്ഞിട്ട് ഡി ആണ്. ഏറ്റവും ലീസ്റ്റ്
അട്രാക്റ്റീവ് ഫോഴ്സ് അനുഭവപ്പെടുന്നത് എഫ് ഓർബിറ്റലാണ്. അപ്പൊ അതുകൊണ്ട് എസ് ഓർബിറ്റലിലെ ഇലക്ട്രോണിനെ പിയും ഡിയും എഫ് ഓർബിറ്റലിലെ ഇലക്ട്രോണിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും റിമൂവ് ചെയ്യാൻ. പിന്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഡിയും എഫിനേക്കാൾ കൂടുതൽ ഊർജം വേണ്ടി വരും പി ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ഊർജം വേണ്ടത് എസ് ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാണ്. ഏറ്റവും കുറഞ്ഞ ഊർജം എഫ് ഓർബിറ്റലിൽ നിന്നാണ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ. കാരണം എസ് ഓർബിറ്റലാണ് ഏറ്റവും കൂടുതൽ പെനിട്രേറ്റഡ് ആയി കിടക്കുന്നത്, ന്യൂക്ലിയസുമായിട്ട് അടുത്ത് കിടക്കുന്നത്. എഫ് ഓർബിറ്റലാണ് ന്യൂക്ലിയസുമായിട്ട് അകന്ന് കിടക്കുന്നത്. എന്തുകൊണ്ട്? അവരുടെ ഷേപ്പ് കാരണം. അപ്പം ഈ സാഹചര്യത്തിലാണ് നമ്മൾ പെനിട്രേഷൻ പവർ ഉപയോഗിക്കാറ്. ഓക്കെ, അയോണൈസേഷൻ എനർജീൻ്റെ വേരിയേഷൻ അക്രോസ് ദ പീരീഡും ഡൗൺ ദ ഗ്രൂപ്പും നമുക്ക് ഈ ഗ്രാഫിലൂടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഫസ്റ്റ് അയോണൈസേഷൻ എനർജിയാണ്. ആദ്യത്തെ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അയോണൈസേഷൻ എനർജി. അക്രോസ് ദ പീരീഡിലേക്ക് നമ്മൾ എടുത്തത് സെക്കൻഡ് പീരിയഡിലെ എലിമെന്റ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ലിത്തിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. സാധാരണഗതിയിൽ നമ്മൾ അക്രോസ് ദ പീരീഡ് അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ആണ് ചെയ്യാറ്. അത് നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷെ അതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ബെറീലിയത്തിൻ്റെ അയോണൈസേഷൻ എനർജിനേക്കാൾ കുറവാണ് ബോറോണിൻ്റെ അയോണൈസേഷൻ എനർജി. ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ബോറോണിൻ്റെയും കൂടണം ബെറീലിയത്തിനേക്കാൾ. പക്ഷേ ബെറീലിയത്തിൻ്റെ അയോണൈസേഷൻ എനർജി ബോറോണിനേക്കാൾ കുറവാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബെറീലിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 2s2. ബോറോണിന്റെ 2s2 2p1. ഇവിടെ ഏത് ഫാക്ടറാണ് വർക്ക് ആയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും പെനിട്രേഷൻ എഫക്റ്റ് ആണ്. അപ്പോൾ എസ് ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പി ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ പി ഓർബിറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് പുറത്തേക്ക് പോകാൻ എളുപ്പമായത് കാരണമാണ് ബോറോണിന്റെ അയോണൈസേഷൻ എനർജി ബെറീലിയത്തിനേക്കാൾ കുറയാനുള്ള കാരണം. ഓക്കെ, ഇനി അടുത്ത അനോമലസ് ആയിട്ടുള്ള ഒരു അയോണൈസേഷൻ എനർജി കാണിക്കുന്ന ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അയോണൈസേഷൻ എനർജി നൈട്രജനേക്കാൾ കുറവാണ്. അപ്പോൾ ഇവിടെ ഓക്സിജന്റെ അയോണൈസേഷൻ നൈട്രജനേക്കാൾ കുറവാനുള്ള കാരണം വളരെ സിമ്പിളാണ്. നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാഫ് ഫിൽഡ് ആണ്. നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാഫ് ഫിൽഡ് ആകുമ്പോൾ ഹാഫ് ഫിൽഡിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമുക്കറിയാം ബുദ്ധിമുട്ടാണ്. അതേമാതിരി തന്നെ ഓക്സിജനിൽ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അത് കൈവരിക്കുന്നത് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഈ കാരണത്താൽ ഓക്സിജന്റെ അയോണൈസേഷൻ എനർജി നൈട്രജനേക്കാൾ കുറവാണ്. ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് കൈവരിക്കും. അപ്പം അതാണ് ഇതിനകത്ത് കാണിക്കുന്ന ചില എക്സെപ്ഷൻസിന്റെ കാരണം. ബെറീലിയം, ബോറോൺ, നൈട്രജൻ, ഓക്സിജൻ. ഇതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഈ ഗ്രാഫ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. വരയ്ക്കാൻ വേണ്ടി ഇത് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ഇതിലെ വാല്യൂസ് ഈ പറഞ്ഞ മാതിരി ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ പഠിക്കണം. എക്സ് ആക്സിസിൽ എന്താണ്, വൈ ആക്സിസിൽ എന്താണെന്ന് വരയ്ക്കാൻ പഠിക്കണം. അടുത്താണ് അയോണൈസേഷൻ എനർജി, വേരിയേഷൻ ഓഫ് അയോണൈസേഷൻ എനർജി ഡൗൺ ദ ഗ്രൂപ്പ്. ഡൗൺ ദ ഗ്രൂപ്പ് ഒറ്റ ട്രെൻഡേ ഉള്ളൂ, ഇറ്റ് ഡിക്രീസസ്. അയോണൈസേഷൻ എനർജി ഡിക്രീസസ്. യൂണിറ്റ് ഓഫ് അയോണൈസേഷൻ എനർജി നോക്കൂ, ഇറ്റ് ഈസ് കിലോ ജൂൾസ് പെർ മോൾ. കിലോ ജൂൾസ് പെർ മോൾ. അയോണൈസേഷൻ എനർജീൻ്റെ സിമ്പിളാണ് ഡെൽറ്റ എച്ച്. ഡെൽറ്റ എച്ച്. എച്ച് സ്റ്റാൻഡ്സ് ഫോർ എൻതാൽപി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയോണൈസേഷൻ എൻതാൽപി എന്നാണ് നമ്മൾ ഇതിനെ പറയുക. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് ആൽക്കലി മെറ്റൽസ് ആണ്. ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എടുത്താലും ഇതേമാതിരി ആയിരിക്കും. അയോണൈസേഷൻ എനർജി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ. കാരണം താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് പുതിയ ഷെല്ല് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് വരുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. കാരണം ഇന്നർ ഷെല്ലൊക്കെ എന്തായിട്ട് പ്രവർത്തിക്കും, ഷീൽഡിംഗ് എഫക്റ്റ് പ്രദാനം ചെയ്യും. അപ്പം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. താഴത്തേക്ക് വരുമ്പം ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, പക്ഷേ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുകയാണ് ചെയ്യുന്നത്. അക്രോസ് ദ പീരിയഡ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും കൂടുന്നുണ്ട്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും കൂടുന്നുണ്ട്. കാരണം ഇവിടെ രണ്ടാമത്തെ ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് നിറയുന്നത്. എന്നാൽ താഴത്തേക്ക് വരുന്ന സമയത്ത്
പുതിയ അഡീഷണൽ ഷെല്ല് വന്നുകൊണ്ടിരിക്കുകയാണ്, അതിലേക്കാണ് ഇലക്ട്രോൺസ് പോകുന്നത്. അപ്പം അഡീഷണൽ ഷെല്ല് വരുമ്പം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. അതുകൊണ്ട് അയോണൈസേഷൻ എനർജിയും കുറയും. ഓക്കെ.